ആശംസാ പ്രസംഗങ്ങൾക്ക് മുൻപ് സെക്രട്ടറിയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കൾച്ചറൽ അസോസിയേഷൻ ഓഫ് അശോക് ലേലാൻഡ് മലയാളീസിന്റെ സെക്രട്ടറി ശ്രീ CA ഫെലിക്സിനെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് 2009 പുതുവത്സരാശംസകൾ എല്ലാവർക്കും ലേറ്റായി പോകണമെങ്കിലും നേർന്നുകൊള്ളുന്നു. കാമിന്റെ 19ാമത് വാർഷികാഘോഷ വേളയിൽ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികളെ, സഹൃദയരെ, കാം അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, അശോക് ലൈലൻഡിലെ യാന്ത്രികമായ ജീവിതത്തിൽ നിന്ന് മാതൃഭാഷയുടെ വിശാലവും സ്വച്ഛന്തവുമായ അന്തരീക്ഷത്തിലേക്ക് സ്വർഗാത്മകമായ ആശയങ്ങൾ സംവേദിക്കാനുള്ള ഒരു വേദിയായി ഞങ്ങൾ രൂപപ്പെടുത്തിയ ഈ സംഘടന 19ന്റെ വശ്യതയാർന്ന രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആഹ്ലാദിക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കാണാം. ഒട്ടേറെ ക്ലേശതകളും വേദനകളും സഹിക്കേണ്ടി വന്നെങ്കിലും ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പ്രസ്താവിക്കാൻ കുറെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മദ്രാശിയിലെയും കേരളത്തിലെയും സന്മനസ്കരായ ആളുകളുടെയും പ്രസ്ഥാനങ്ങളുടെയും നിസ്സീമമായ സഹകരണവും സാമ്പത്തിക സഹായങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ യാത്ര തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നത്. കുറെ നല്ല കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമൂഹിക ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നതിനും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നാടകം, കവിത, നൃത്തനൃത്യങ്ങൾ, ഗാനങ്ങൾ എന്നിങ്ങനെ സാഹിത്യ സാംസ്കാരിക വേദികളിൽ ഞങ്ങൾ കഴിവിനുപരി വേദികൾ ഒരുക്കി അന്തരംഗത്ത് പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഭാഷാ പഠനത്തിനായി 1993 ഞങ്ങൾ ആവിഷ്കരിച്ച അക്ഷരജാലക പദ്ധതി മൾട്ടിമീഡിയ പഠനരംഗത്തെ ആദ്യത്തെ കാൽവയ്പായിരുന്നു. പിന്നീട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, മലയാള മനോരമ പോലെയുള്ള ബൃഹത് സ്ഥാപനങ്ങൾ ഇത്തരം പദ്ധതികൾ വളരെ വിപുലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എന്നതും ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് സമൂഹത്തിന്റെ അംഗീകാരം ലഭിച്ചു എന്നതിനും തെളിവാണ്. ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ശംഖനാദം ത്രൈമാസിക ഇന്ന് തമിഴ്നാട്ടിലെ ഒട്ടെല്ലാം മലയാളി സംഘടനകളുടെ ഓഫീസുകളിൽ എത്തിക്കുന്നതിനാൽ CTMA, IMA, വേൾഡ് മലയാളി കൌൺസിൽ പോലെയുള്ള കേന്ദ്രീകൃത സമന്വയങ്ങളിൽ സജീവമായി ബന്ധപ്പെടുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, ശംഖനാഥം മാഗസിനു വേണ്ടി അഹോരാർത്ഥം പ്രവർത്തിക്കുന്ന എഡിറ്റർ മിസ്റ്റർ സേതുമാധവനും ഇതിന്റെ അഡ്വൈസറി ബോർഡിനും അവരുടെ തിരക്കേറിയ ജോലി തിരക്കിലും വളരെ എണ്ണപ്പെട്ട അവരുടെ സമയത്തിലും ചില ഏറ്റക്കുറച്ചിലുകളും ചെറിയ ചെറിയ തെറ്റുകൾ അതിന്റെ ക്വാളിറ്റിയിൽ ഉണ്ടെങ്കിലും തമിഴ്നാട്ടിലെ ഏകദേശം 90 രജിസ്ട്രേഡ് സംഘടനകളോട് കടപിടിക്കുന്ന നമ്പർ 1 പുസ്തകമായി നിങ്ങളുടെയും സംഘടനകളുടെയും മുമ്പിൽ ശംഖനാഥം എത്തിച്ചേരണം. കാം 17ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളുടെ വരുമാനം അൻപകം ട്രസ്റ്റ് എന്ന മനോരോഗികളുടെ സംരക്ഷണ കേന്ദ്രത്തിൽ നൽകാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. അൻപകത്തിന്റെ വളർച്ചയിൽ കാം അതിന്റേതായ പങ്ക് തുടർന്ന് നൽകി വരുന്നുണ്ട് എന്ന കാര്യം സന്തോഷം അറിയിക്കട്ടെ. ഈ കഴിഞ്ഞ വർഷം കാമും അയ്യപ്പാക്കം മലയാളി അസോസിയേഷനുമായി ചേർന്ന് കേളിയുടെ ബാനറിൽ നടത്തിയ ഓണം ആഘോഷ പരിപാടിയായ ദർശനം 2008 അവതരണ ശൈലി കൊണ്ടും സഹൃദയരുടെ അകമഴിഞ്ഞ സഹകരണം കൊണ്ടും MA പ്രസിഡന്റ് ശ്രീമാൻ നന്ദഗോവിന്ദ്, ശ്രീ ഗോകുലം ഗോപാലൻ, മിസിസ് ഷൈനി വിൽസൺ എന്നിങ്ങനെ ദർശനം 2008ന്റെ വിജയഗാഥ ദർശിക്കാനെത്തിയവരുടെ പട്ടിക നീണ്ടു പോകും. ഈ പ്രോഗ്രാം മൂലം സ്വരൂപിച്ച 2,55,000 രൂപ ടാങ്കർ കിഡ്നി ഫൌണ്ടേഷനിന്റെ ആതുര സേവന സംരംഭത്തിന് ഞങ്ങൾക്ക് സംഭാവനയായി കൊടുക്കുവാൻ സാധിച്ചതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച കാമിന്റെ ഭാരവാഹികൾ ശ്രീമാന്മാരായ S. മോഹൻ, PS. സക്കീർ, T. രവീന്ദ്രൻ, മാത്യു സാമുവൽ, C. പത്മകുമാർ, വിശ്വൻ, CV. സന്തോഷ്, സുധാകരൻ, രാജ്കുമാർ, ഇവയൊക്കെ എടുത്തു പറയാത്തതും കുറയ്ക്കാൻ പറ്റാത്തതുമായ വ്യക്തികളാണ്. കാരണം 14 ലക്ഷം രൂപയുടെ ബിഗ് ബഡ്ജറ്റ് കാമിന്റെ ഭാരവാഹികൾക്കും അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതും മധുരിക്കുന്ന ഓർമ്മകളുടെയും ഒരു കലാവിരുന്നായിരുന്നു അത്. ഇതിന്റെ ഫണ്ട് കളക്ഷന് വേണ്ടി പ്രവർത്തിച്ച മിസ്റ്റർ അശോകനോടും V. മനോഹർ എന്റെയും കാം ട്രസ്റ്റ് ഭാരവാഹികൾ അംഗങ്ങളുടെ പേരിലും പ്രത്യേകം നന്ദികൾ നേരുന്നു. കൂടാതെ ഈ ബിഗ് ബഡ്ജറ്റ് പ്രോഗ്രാമിന്റെ മുഖ്യ സ്പോൺസേഴ്സ് ആയിരുന്ന JBJ ഫൌണ്ടേഷനും റോയൽ റീജൻസി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ഉടമസ്ഥരായ ശ്രീ വിജയനും ശ്രീ KP റഫീഖുകളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയ നന്ദികൾ നേർന്നുകൊള്ളുന്നു. സീനിയർ ഇതിന്റെ സംഘടനാ ഭാരവാഹികളായ ശ്രീമാന്മാരായ V. KV. സുരേഷ്, ഫിലിപ്പോസ്, N. രാമചന്ദ്രൻ, P. സുകുമാരൻ, കാളിദാസൻ, ശ്രീകണ്ഠൻ നായർ, G. വാസുദേവൻ തുടങ്ങിയ ഒട്ടേറെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. 9ാം വാർഷികോത്സവത്തോടനുബന്ധിച്ചുള്ള വയലാർ സായാഹ്നം ഈ രംഗത്ത് ഞങ്ങളുടെ ഒരു പുതിയ കാൽവയ്പ്. മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും സ്തുത്യർഹമായ മഹാരഥന്മാർ ഓരോരുത്തരും അനുസ്മരിക്കുന്നതിന് കാം ശ്രമം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല.
അശോക് ലൈലൻഡിലെ ഒരു കൂട്ടം തൊഴിലാളികൾ ചേർന്ന് ഈ സംഘടനയ്ക്ക് ചരിത്രത്തിൽ എഴുതി ചേർക്കേണ്ട പല നല്ല കാര്യങ്ങൾ നൽകാൻ ശ്രമിച്ചതിന്റെ ഞാൻ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.